ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സച്ചിയുടെ രേവതിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇപ്പം വീരാൻ്റെ മനസ്സിൽ നിന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് സച്ചി ഇന്നത്തെ എപ്പിസോഡിൽ. വീരാനൊരു പറയുന്നതിൻ്റെ ഇടയിലൊക്കെ വീരാൻ്റെ ജോലിയുടെ ഇതൊക്കെ വീരാന് കയറി വരുന്നുണ്ട്. ആട് മാട് പോത്തിൻ്റെ തോല്, പോത്തിൻ്റെ എല്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വീരാൻ തട്ടിപ്പാണോ അത് സത്യമായിട്ട് പറയുന്നതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് സച്ചിൻ്റെ കൂട്ടുകാരനും. അപ്പം നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത് മുത്തശ്ശി വീരാനോട് ചോദിക്കുകയാണ്, ശ്രുതിയുടെ ഇളയച്ചനോട് ചോദിക്കുകയാണ്, എന്താ ശ്രുതിയുടെ അച്ഛൻ ശ്രുതിനെ കാണാൻ വരാത്തത്, ഇനി വരില്ലേ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത്. അപ്പോൾ ശ്രുതി ഞെട്ടി നിൽക്കുന്ന സീനിലാണ് അവസാനിച്ചത്. അപ്പോൾ ഇത് ഇന്നത്തെ എപ്പിസോഡിൽ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വീരാൻ അവിടുന്ന് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് പറയും, എങ്ങനെ ശ്രുതിയുടെ അച്ഛന് എപ്പോഴും പൈസ ഉണ്ടാക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ശ്രുതിയുടെ അച്ഛൻ കോടീശ്വരനാണ്, വീട്ടിൽ നോട്ടെണ്ണ മെഷീനൊക്കെ ഉണ്ട്, പിന്നെ ഒരു ATM സ്വന്തമായിട്ട് ശ്രുതിയുടെ അച്ഛനുണ്ട്, അത് വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ആകെ ഇയാളിത് കൊളാക്കുമല്ലോ എന്നുള്ള മട്ടിലാണ് ശ്രുതി നിൽക്കുന്നത്. ശ്രുതിയാണെച്ചാൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരു മണ്ടനും. ആ ഒരു ഇതിലാണ് അവൻ്റെ എക്സ്പ്രഷനെ കാണിക്കുന്നത്. സച്ചിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ സച്ചി പറയുന്നത് അരകല്ലാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, രേവതിയോട് പറയുന്നുണ്ട് ATM മെഷീനാ വലിയ അരകല്ലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ വർഷയ്ക്കും ശ്രീകാന്തിനൊക്കെ ATM മെഷീൻ സ്വന്തമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊരു ഡൗട്ട് പോലെ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ഇയാളെന്നുള്ളതിലാണ് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും എക്സ്പ്രഷൻ കാണിക്കുന്നത്. ചന്ദ്രയ്ക്കാണെന്ന് വെച്ചാൽ ഇത്രയും വലിയ കോടീശ്വരനാണല്ലോ എന്നുള്ളത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇയാളിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പിന്നെ പണത്തിൻ്റെ പിന്നാലെ ഓടുന്ന തിരക്കിൽ ശ്രുതിയുടെ അച്ഛൻ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ ശ്രുതിയുടെ അമ്മേനെ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ശ്രുതിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നൊന്നും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് അവളുടെ അമ്മയ്ക്കൊരു അസുഖം വന്നിട്ട് അവളുടെ അമ്മ മരിച്ചു പോയതെന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് വിഷമമായി. മുത്തശ്ശി ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്, മുത്തശ്ശി രവീന്ദ്രനൊക്കെ. അപ്പോൾ ഈ സമയത്ത് ശ്രുതിക്കൊരു ഫോൺ വന്നു. അപ്പോൾ ശ്രുതിക്ക് ഫോൺ വന്നപ്പോൾ ശ്രുതി ആ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അത് ശ്രുതിയുടെ അമ്മയായിരുന്നു. അപ്പോൾ ശ്രുതി അപ്പുറത്തേക്ക് പോയിട്ട് കോൾ എടുത്ത് ചോദിച്ചു, എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചതാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ശ്രുതി, അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് തിരക്കിലാണ്, ഞാൻ തിരക്ക് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കോൾ വയ്ക്കും. എന്നിട്ട് ശ്രുതി തിരിച്ചു വന്നപ്പോഴാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശ്രുതിയുടെ അമ്മ മരിച്ചു പോയല്ലോ, ശ്രുതിയുടെ അമ്മ മരിച്ചു പോയപ്പോൾ ശ്രുതിയുടെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അതിൻ്റെ ദേഷ്യമാണ് ശ്രുതിക്ക്. അമ്മ മരിച്ചിട്ടില്ലെങ്കിൽ ശ്രുതിയുടെ അമ്മ എല്ലാം നോക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരിക ആളോട്. അപ്പോൾ ശ്രുതി അറിയും, ഒന്ന് നിർത്തുമോ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എൻ്റെ അമ്മ മരിച്ചു പോയിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഷോക്കാവും, കാരണം ഇവിടെ അമ്മ മരിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ശ്രുതി നീ എന്താ അങ്ങനെ പറയുന്നത്, നീയല്ലേ പറഞ്ഞു നിൻ്റെ അമ്മ മരിച്ചു എന്ന്, അങ്ങനെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് പറയാണ്. അപ്പോൾ അവൾക്കത് ആകെ ഒരു ഇതായി, എന്ത് പറയണമെന്ന് അറിയാതെ. അപ്പോൾ അവൾ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് പറഞ്ഞു, അതല്ല അങ്കിൾ, എൻ്റെ അമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജീവനോടുണ്ട്, എൻ്റെ കൂടെ ജീവനോടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയാണ്. ഇതാണ് കേട്ടപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രയ്ക്കും ശ്രുതിക്കാണ് വിഷമായി. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു മോളെ, നിനക്ക് എപ്പോഴും അമ്മയായിട്ട് ഞാനുണ്ടാവും നിൻ്റെ കൂടെ, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിക്കും കേട്ടോ. ശ്രുതി ഇങ്ങനെ തലയിൽ തലോടിയിട്ടൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏളയച്ചനാണ് ആകെ പറയാനുള്ളത് പറയും ചെയ്തു, ഇപ്പോൾ അബദ്ധമായോന്ന് ഇതിൽ പറയും. എന്നിട്ട് ഇങ്ങനെ പറയും, അതുകൊണ്ടല്ലേ ശ്രുതി അവളുടെ അച്ഛനോട് തെറ്റിയിട്ടിരിക്കുന്നത്, അല്ലാതെ ശ്രുതിയുടെ അച്ഛന് ശ്രുതിയോട് പിണക്കൊന്നുമില്ല. പിണക്കുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിടുമോ ശ്രുതിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ശ്രുതിയുടെ അച്ഛൻ രണ്ടാമത് ഒരു കല്യാണം കഴിച്ചു, അത് അവളുടെ അമ്മ മരിച്ച് 3 മാസം തികയുന്ന മുന്നേ വേറൊരു അധികം പ്രായമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചപ്പോൾ അത് ഇവൾക്ക് ഇഷ്ടമായില്ല, അതിനാണ് ഇവൾ തെറ്റിപ്പോകുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതിന് തെറ്റിപ്പോരേണ്ട ആവശ്യം ശ്രുതി, നീ അച്ഛനെ വിളിക്കുക സംസാരിക്കുന്നൊക്കെ പറയുന്നത് ചന്ദ്രയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി സംസാരിച്ചാൽ അച്ഛൻ്റെ പിണക്കൊക്കെ മാറും, അച്ഛന് പിണക്കൊന്നുമില്ല, ശ്രുതിക്ക് മാത്രമേ പിണക്കുള്ളൂ പറയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ പിണക്കം, അതിപ്പോൾ ഒരു നല്ല കാര്യമല്ലേ, അയാൾക്കിനി അവർക്ക് അങ്ങനെ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയത് നല്ലതല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഇളയച്ചൻ ചോദിക്കുന്നുണ്ട്, അത് നല്ലതാണോ, അതേന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്, കസാര ചന്ദ്രയുടെ നേർക്ക് തിരിച്ചിട്ടിട്ട് പറയാണ്, നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ചന്ദ്ര അതെന്താ, അല്ല ഊഹിക്കുക, നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഊഹിക്കാമല്ലോ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ഭർത്താവ് വേറെ അധികം ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് അത് ഇഷ്ടാവോ, ഇല്ലല്ലോ. അത് ശ്രുതിക്കും
പറ്റിയിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം നിങ്ങളെന്തിനാ എന്നെ ഉദാഹരണമാക്കണമെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിനാണ് ശ്രുതിക്ക് ഇപ്പോഴും ശ്രുതിയുടെ അച്ഛനോട് ദേഷ്യമുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നുമില്ല. ശ്രുതിക്ക് വേണ്ടിയിട്ട് എത്ര പൈസ ചിലവാക്കാൻ എന്ത് ചെയ്യാനും അവരെപ്പോഴും തയ്യാറാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതിക്ക് ആകെ ഇതായി. ഇനി പൈസ ചോദിക്കും, ഇത് പറയുന്നതൊക്കെ അവൾക്കുള്ള പാരകളാണല്ലോ. അപ്പോൾ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. എന്നിട്ട് ശ്രുതി ഇങ്ങനെ മാറി നിന്നപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മതി ഇനിയിപ്പോൾ സുധീനി പോയിട്ട് എല്ലാവർക്കും കരിമ്പ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് കരിമ്പ് എടുക്കാൻ സുധീനെ വിടുന്നുണ്ട്. അപ്പോൾ സുധി അതൊന്ന് 3 കരിമ്പിൻ്റെ വലുത്ത് എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് സുധി കരിമ്പൊക്കെ എടുത്തിട്ട് പറയുകയാണ്. അപ്പോൾ മേശയിൽ കൊണ്ടു വെച്ചപ്പോൾ ചന്ദ്ര പറയാൻ, നീ അത് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുക പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ഈ കരിമ്പ് എടുത്തിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. പക്ഷെ ഇവനത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സച്ചി വന്നിട്ട് ഒന്ന് മാറി നിൽക്കണം വേണ്ട പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് സച്ചി അത് പൊട്ടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇളയച്ചി ചോദിക്കുന്നുണ്ട്, സച്ചിക്ക് ഇതൊക്കെ പൊട്ടിക്കാൻ വയ്ക്കുമോ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ അവൻ അതൊറ്റ അടിക്ക് 2 കഷ്ണമാക്കുമെന്ന് പറയാണ്. അവൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണെന്ന് പറയാണ്. അവനതൊറ്റ അടിക്ക്. അപ്പോൾ സച്ചി അതിന് എന്തിന് 2 കഷ്ണമാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളയച്ചനത് വലിയ ഇതായി. വർഷയ്ക്കും അങ്ങനെ എല്ലാവർക്കും അത് ഇതായി. അപ്പോൾ ചന്ദ്ര മാറി നിന്നിട്ട് പറയുന്നുണ്ട് സുധിയോട്, ഒരു കരിമ്പ് പൊട്ടിക്കാൻ കൂടി വയ്ക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ സുധി പറയുന്നത്, എനിക്ക് വയ്ക്കേണ്ട അമ്മ നല്ല ബലമുണ്ട്, അത് എന്ത് കരിമ്പൊന്നല്ല, അത് ഇരുമ്പാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കരിമ്പ് തീറ്റയൊക്കെ കഴിഞ്ഞ് ഈ കരിമ്പ് തിന്നതിൻ്റെ ഇടയിലൊക്കെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, ഇളയച്ചൻ പറയുന്നുണ്ടോ, ഈ കരിമ്പ് നല്ല ബലമാണ്, കരിമ്പ് നല്ല ബലമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കരിമ്പിൻ്റെ ഇത് അയാളൊന്ന് പൊട്ടിക്കാൻ നോക്കട്ടെ, അയാൾക്ക് കൊടുത്തത് കുറച്ച് നീളമുള്ളതാണ്. അപ്പോൾ ആളത് കാലിൽ വെച്ചിട്ടൊന്ന് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ആളുടെ കാല് വേനിക്കും. അപ്പോൾ ആൾ ഉമ്മാന്ന് വിളിക്കും. അപ്പോൾ എല്ലാവരും ഞൊട്ടും. ഉമ്മയല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കരി കിട്ടും രണ്ടാമത്. അപ്പോൾ ഇയാളുണ്ടാക്കുന്ന ഓരോന്നിലും എല്ലാവർക്കും ഡൗട്ടുകൾ വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരും കരിമ്പ് കഴിക്കുമ്പോൾ സുധിക്ക് കരിമ്പ് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ, തോലൊന്നും പൊട്ടിക്കാൻ പറ്റുന്നില്ല സുധിക്ക്. അപ്പോൾ ഞായറാഴ്ച ചോദിക്കും, നീ ഇങ്ങനെ ഈ കരിമ്പും കൂടി നിനക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ പോത്തിൻ്റെ എല്ലൊക്കെ എങ്ങനെ കഴിക്കുക? പോത്തിൻ്റെ എല്ലിൻ്റെ കൂടെ പോത്തിൻ്റെ ഇറച്ചി ഉണ്ടായിരിക്കും. പക്ഷേ ഇറച്ചി മാത്രം നമ്മൾ കടിച്ച് തിന്നാൻ പറ്റില്ല, എല്ലും നമ്മൾ തിന്നണം. അതൊക്കെ നീ എങ്ങനെ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്താ എപ്പോഴും പോത്ത്, ആട്, മാട് എന്നല്ലാതെ ഇയാളുടെ വായിൽ വേറെ ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനി ഇളയച്ചൻ പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയാണ്. ഇല്ല, ഞാൻ ഇത്ര നേരം റെസ്റ്റ് എടുക്കാമായിരുന്നു, ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കാവൻ. അപ്പോൾ ഇവരിങ്ങനെ പിന്നെ കാണിക്കുന്നത് ചന്ദ്ര, ശ്രുതി, വർഷ, രേവതി എല്ലാവരും, അച്ഛമ്മയൊക്കെ എല്ലാവരും കൂടിയിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് ഈ കരിമ്പ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം വർഷ ശ്രുതിയോട് ചോദിക്കും, ചേച്ചി അറിയോ ഓക്കെ നാവെന്ന് ചോദിക്കും. അല്ല ചേച്ചി നല്ല വിഷമമായില്ലേ എന്ന് പറയും. അപ്പോൾ വർഷ പറയും, ഞാൻ ഓക്കെയാണ്. ശ്രുതി പറയും, ഞാൻ ഓക്കെയാണ് വർഷ എന്ന് പറയും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിഷമമായിരിക്കും. എൻ്റെ അച്ഛനും എന്നെ ഞങ്ങൾ നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ശ്രുതിക്ക് പിന്നെ അത് ഒരു പുച്ഛം പോലെയാണ് ശ്രുതി അത് കേൾക്കുക കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിനക്ക് അമ്മയായിട്ട് ഞാനുണ്ട് മോളെ, നീ എന്നെ അമ്മായിമ്മയായിട്ട് കാണണ്ട, നീ എൻ്റെ സ്വന്തം മോൾ തന്നെയാണ്, നീയും വർഷം എന്നെ അമ്മയായിട്ട് കണ്ടാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രോട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ രേവതിക്ക് അമ്മ ഉണ്ടല്ലോ എന്ന് പറയാണ്. പിന്നെ അവളെന്തിനാ എന്നെ അമ്മയായിട്ട് കാണുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് തിരിച്ചിട്ട്. അപ്പോൾ അച്ഛമ്മ തിരിച്ച് അതേപോലെ മറുപടി കൊടുക്കുന്നുണ്ട്, വർഷയ്ക്ക് അമ്മ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ അവളെ മകളായിട്ട് കാണുന്നത്? അപ്പോൾ വർഷയും പറയുന്നുണ്ട്, എനിക്ക് എന്നെ ആൻറ്റി എൻ്റെ അമ്മയായിട്ടൊന്നും ആൻറ്റി മാറണ്ട, എനിക്കൊരമ്മ മതി. ഉള്ള അമ്മേനെ എന്നെ എപ്പോഴും ചീത്ത പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞുകൊണ്ടാണ്, ആ ഒരമ്മയെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആൻറ്റി ആയിട്ട് മാത്രം ഇരുന്നാൽ മതി, എൻ്റെ അമ്മയൊന്നും ആവാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അത് ചന്ദ്രയ്ക്ക് ഒരു അടിയായി കേട്ടോ. അവരുടെ മുന്നിൽ ചന്ദ്ര നാണം കേട്ട പോലെ ആയി. അപ്പോൾ അച്ഛമ്മ അത് കേട്ടിട്ട് ചിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി നാടൊക്കെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ. സച്ചി, ഇളയച്ചൻ, മഹേഷ്, പിന്നെ ശ്രുതിയുണ്ട്. അപ്പോൾ ഇവർ നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോകുമ്പോൾ ശ്രുതി പലവട്ടം അത് തടയാൻ ശ്രമിച്ചെങ്കിലും സച്ചി കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇവരിങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്, മലേഷ്യയിൽ ചൂടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മലേഷ്യയിൽ ചൂടുണ്ടോ എന്ന് എനിക്കിങ്ങനെ അറിയാനൊക്കെ ഇളയച്ചൻ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നതിൽ പലതിലും ഇവർക്കൊരു ഡൗട്ട് വരികയാണ്. അങ്ങനെ ഇയാൾ പറഞ്ഞു തുടങ്ങിയത് അവസാനം അടിയിൽ അവസാനിക്കാൻ നിൽക്കുകയാണ്.
ആ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് സച്ചിക്ക് പല ഡൗട്ടുണ്ട്. ഒന്നാമത് പൗഡറേട്ടത്തി അഭിനയിക്കുക എന്നാണ് സച്ചിന് മൈൻഡിൽ. അപ്പോൾ ഇങ്ങനെ ഒരാളെ കൂടി എഴുന്നള്ളിയപ്പോൾ ആളുടെ മനസ്സിലുള്ളതൊക്കെ ചോദിച്ചെടുക്കാനുള്ളതിലാണ് സച്ചി. അപ്പോൾ വരുന്ന എപ്പിസോഡിലൊക്കെ ഇവരുടെ കള്ളത്തരം പൊളിയോ ഇല്ലയെന്ന് അറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്